ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ ചാമ്പയ്ക്ക് വെച്ചൊരു അച്ചാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. വീട്ടിലഞ്ചൊരു ചാമ്പയുണ്ട്, അതുമ്മേ നിറച്ച് ചാമ്പയ്ക്കുണ്ടാവും. അപ്പോൾ അതാണെന്ന് അങ്ങനെ പാഴായി പോകുള്ളൂ, ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഈ ചിലപ്പോൾ ഉപ്പിലിട്ട് തിന്നും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ പൊട്ടിച്ച് തിന്നും, അങ്ങനെയൊക്കെ ചെയ്യാറ്. അപ്പോൾ ഈ അച്ചാറിട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അത് കാരണം നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ ചാമ്പയ്ക്ക് കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കണം കേട്ടോ. നന്നായി കഴുകുക ചാമ്പയ്ക്ക്. ജസ്റ്റായിട്ട് നന്നായി കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വല്ല പുഴുകിനെങ്കിൽ പുള്ളേ നന്നായി വൃത്തിയാക്കുക. കഴുകി വൃത്തിയാക്കുക കേട്ടോ. ഇങ്ങനെ നന്നായി കഴുകണം. ഈ ചാമ്പയ്ക്കേനെ നമുക്ക് ഒന്ന് നുറുക്കിയെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം. ഇതേപോലെ നുറുക്കുക ജസ്റ്റായിട്ട്. ചെറുതാക്കി, വല്ലാണ്ട് ചെറുതാക്കണ്ട, ഒരു മീഡിയം ലെവലിൽ ചെറുതാക്കിയാൽ മതി. ഇതുപോലെ ചെറുതാക്കുക. കണ്ടില്ലേ, ഇതേപോലെ ചെറുതാക്കി എടുക്കുക കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊക്കെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെറുതാക്കുക. ഇനി നമുക്കൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതാക്കി അരിയണം കേട്ടോ. ഇതേപോലെ തൊലി കളഞ്ഞിട്ട് ചെറുതാക്കി അരിയണം കേട്ടോ. അത് ഇതിനേക്കാളും ചെറുതാക്കിയിട്ട് അരിയണമെങ്കിൽ അരിയാട്ടോ. ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിയുന്നുള്ളൂ. ഇതിനായിട്ടും ചെറുതാക്കി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അരിയണമെങ്കിൽ അരിയാം. നന്നായി ചെറുതായി അതിനായിട്ടും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അത് കാണിച്ചോട്ടെ. ഇനിയൊരു 5-6 പച്ചമുളക് കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് അത് അരിഞ്ഞെടുക്കണം. കാണിക്കില്ല. പച്ചമുളകും ചെറുതാക്കി തന്നെ അരിയണം കേട്ടോ. ചെറുതാക്കി അരിയണേ നല്ലത്. ഇടയ്ക്ക് ഫേസും കാണിക്കട്ടോ. ഇനിയൊരു 3 കുടം വെളുത്തുള്ളി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. കാണിക്കില്ല, അടുത്ത് കാണില്ല. കാണിക്കുന്ന മുമ്പത്തേക്ക് തിരിച്ച് കണ്ടു. അത് ഇതുപോലെ ചെറുതാക്കി കഴിഞ്ഞാൽ മതിട്ടാ. വെളുത്തുള്ളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാട്ടാ. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടും. അതിപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ സൗകര്യം പോലെ.
ഇനി നമുക്ക് കുറച്ച് വേപ്പില എടുത്ത് തരിക കേട്ടോ. വേപ്പില ഇതേപോലെ നുറുക്കിയിട്ട് ചെറുതാക്കി നുറുക്കുക നന്നായിട്ട്. എന്നിട്ട് അതിലിടാം. ഇനിയിപ്പോൾ നമ്മുടെ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. കംപ്ലീറ്റ് അരിഞ്ഞ് കഴിഞ്ഞു. നമുക്കൊരു ചീഞ്ചട്ടി എടുത്ത് അടപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും വെളിച്ചെണ്ണ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വേപ്പിലയും പച്ചമുളകും ഇട്ടു കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് മൂത്ത് വരണതേ. അത് നന്നായി മൂത്ത് തുടങ്ങിയിട്ട് കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കാം നമുക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാകമായിട്ട് കേട്ടോ. ഇനി നമുക്ക് ആ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചാമ്പയ്ക്ക നമുക്ക് ഇതിൽ ഇടാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് പാകം അവിടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ ഇട്ടാൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ നമ്മുടെ ചാമ്പക്ക അച്ചാർ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. നല്ല പാകമായിട്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കുഴപ്പമില്ല കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് ഉപ്പും മുളകും എല്ലാം കറക്റ്റായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എരിവ് കൂടുതൽ വേണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കറക്റ്റ് പാകത്തിനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ പാകമായിട്ട് കേട്ടോ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അച്ചാറൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ മാക്സിമം ഞങ്ങളെ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രോത്സാഹനം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.